എന്യൂമറേഷൻ ക്യാമ്പിൽ മുണ്ടുപൊക്കി BLO. അമിതമായ ജോലിഭാരം താങ്ങാനാകുന്നില്ല. തഹസിൽദാർക്ക് സങ്കട ഹർജി നൽകി കൊണ്ടോട്ടിയിലെ BLOമാർ. SIR പുരോഗമിക്കുമ്പോൾ കേരളം കാണുന്ന കാഴ്ചകൾ. SIRന്റെ ഫോം വിതരണ ക്യാമ്പിൽ സ്ത്രീകൾക്ക് മുന്നിൽ വെച്ച് ഉടുമുണ്ട് പൊക്കി കാണിച്ച BLO. വീടുകളിൽ ഫോം എത്തിക്കണമെന്ന നിർദ്ദേശം പാലിക്കാതെ ക്യാമ്പ് എന്ന പേരിൽ പ്രായമായവരെയും സ്ത്രീകളെയും ക്യൂ നിർത്തി ഫോം വിതരണം ചെയ്തത് എതിർത്തതാണ് BLOയെ പ്രകോപിതനാക്കിയത്. മലപ്പുറം തൃപ്പങ്ങോട്ട് പഞ്ചായത്തിലെ 38-ാം നമ്പർ ബൂത്തിലെ BLO വാസുദേവനാണ് ഇങ്ങനെ നിലവിട്ട് പെരുമാറിയത്. ഫോം വിതരണത്തിനിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില ചോദ്യങ്ങളിൽ പ്രകോപിതനായ വാസുദേവൻ മുണ്ടഴിച്ച് കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ BLOയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ജില്ലാ കളക്ടർ. വാസുദേവനെ BLO ചുമതലയിൽ നിന്ന് മാറ്റിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. പകരം മറ്റൊരാൾക്ക് ചുമതല നൽകി. തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ കളക്ടർ തുടക്കമെന്ന നിലയിൽ വാസുദേവനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തു പോയതാണെന്നാണ് വാസുദേവന്റെ പ്രതികരണം. എന്നാൽ സർക്കാർ ജീവനക്കാർ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. SIR ജോലിയുടെ ഭാഗമായി BLOമാർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം വൃത്തികെട്ട പെരുമാറ്റത്തെ ഒരു സമ്മർദ്ദം പറഞ്ഞും ന്യായീകരിക്കാൻ കഴിയില്ല. BLOയുടെ മോശം പെരുമാറ്റം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. BLOയ്ക്ക് അടികൊടുക്കണമെന്ന അഭിപ്രായമാണ് ഉയരുന്നത്. നല്ല ശമ്പളം വാങ്ങി ജോലി ചെയ്യാതെ സുഖിക്കുന്നവർക്ക് ജോലി ചെയ്യുമ്പോഴുള്ള ചൊറിച്ചിൽ എന്നാണ് പലരും അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. അതേസമയം അമിതമായ ജോലിഭാരം താങ്ങാനാവുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് തഹസീൽദാർക്ക് സങ്കട ഹർജി നൽകിയിരിക്കുകയാണ് കൊണ്ടോട്ടിയിലെ BLOമാർ. മലപ്പുറം കൊണ്ടോട്ടി താലൂക്കിലെ BLOമാരാണ് തഹസീൽദാർക്ക് സങ്കട ഹർജി നൽകിയത്. ആരുടെയെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടാൽ എല്ലാവരും തങ്ങൾക്കെതിരെ നീങ്ങുമെന്ന ആശങ്കയുണ്ടെന്നും BLOമാർ ഹർജിയിൽ പറഞ്ഞു. അശാസ്ത്രീയമായ രീതിയിലാണ് ഫോം വിതരണം ചെയ്യുന്നത്. ഇത് ജോലി സമ്മർദ്ദം കൂടുതലാണെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും BLOമാർ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. തിടുക്കപ്പെട്ട ഈ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ പല വോട്ടർമാരുടെയും വിവരങ്ങൾ ചേർക്കപ്പെടാതെ പോകും. പിന്നീട് ജനങ്ങളെല്ലാം തങ്ങൾക്ക് നേരെ തിരിയാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും BLOമാർ തഹസീൽദാർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള കാലയളവിൽ ആദ്യം നൽകിയിരുന്ന ജോലി ഫോം സ്വീകരിക്കലും അത് തിരികെ വാങ്ങലും മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡേറ്റ എൻട്രി കൂടി ചെയ്യണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സെർവർ തകരാറുകൾ ഉള്ളതിനാൽ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കില്ല. സമയം നീട്ടി നൽകണമെന്നും BLOമാർ പറഞ്ഞു.